അപ്പൊ കാര്യമായിട്ടുള്ള ഗെറ്റഡേ കഴിഞ്ഞ് നമ്മൾ ആദ്യം വിട്ടത് B1 മാളിലെ കണ്ടാ. അപ്പോഴേ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഈ മാളില് ആരൊക്കെ വന്നിട്ടുണ്ട്? ഇത് ബർഷയിലാണ് കേട്ടോ ഈ മാള് വരുന്നത്. ഇവിടെ ചെറിയ കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ പ്രത്യേകിച്ച് കാണാനും പിടിക്കാനൊന്നും ഇല്ല കേട്ടാ, ജസ്റ്റ് ഒരു കുഞ്ഞു മാള്. ഞങ്ങൾ ഡ്രസ്സ് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ ഗിവ് അവയുടെ റിസൾട്ട് പറയുന്ന വീഡിയോ ആ മാളിൽ വെച്ചിട്ടാണ് എടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് ദുബായ് ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്കാണ്. ഒരു 1.5 മണിക്കൂർ അവിടെയും കറങ്ങിയിട്ടാ. ഇതിൻ്റെ മേളിൽ 150 ദിറംസ് കൊടുത്ത് കയറിയ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. ഞങ്ങളതൊന്നും കയറിയില്ല. താഴെ കുറേ തെണ്ടി തിരിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ് മിക്കിമ്മയുടെ ഇളക്കത്തെ പറ്റി. ഞങ്ങളുടെ കുഞ്ഞു ബേബി അവിടെ ചെന്നപ്പോൾ തുടങ്ങിയ കരച്ചിലാണ്. വായ അടയ്ക്കാതെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കരുതി ഇവിടുന്ന് സ്ഥലം വിട്ടേക്കാന്ന്. ഇനി ആര് ഫ്യൂച്ചർ മ്യൂസിയത്തെ പറ്റി പറഞ്ഞാലും ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ മിക്കിമ്മയുടെ കരച്ചിലായിരിക്കും. അമ്മ അതിലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും ഞങ്ങൾക്ക് ഫ്യൂച്ചർ മ്യൂസിയത്തിൽ. അപ്പം ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡും കഴിച്ച് നേരെ വീട് പിടിച്ച്.